ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന ഈ ഒരു മോപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമ്മളൊക്കെ എങ്ങനെ ക്ലീൻ ആക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ വീടൊക്കെ കുറച്ചൊന്ന് തുടച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ മോപ്പൊക്കെ ഇങ്ങനെ ഒരു കളറ് മാറാനും പിന്നെ അതിൽ നിന്നൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടാകും, നല്ല അഴുക്കുമായിട്ടുണ്ടാകും. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ മോപ്പ് ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. ആവശ്യത്തിന് വെള്ളം, ഈ മോപ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മതി കേട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒരു ബക്കറ്റിലേക്ക് ഈ തിളപ്പിച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ എല്ലാ വീട്ടിലും അത്യാവശ്യം കണ്ടുവരുന്ന 2-3 സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വാഷിംഗ് പൗഡർ ഉണ്ടല്ലോ, അത് ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മോപ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ മതി. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമ്മുടെ നന്നായിട്ടൊരു ക്ലെൻസിങ് എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് ഈ ഒരു ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് വിനെഗർ ഉണ്ടല്ലോ, വിനെഗർ അതിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ, ആ ഒരു അടപ്പ് ഫുള്ളായിട്ട് വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വിനെഗറൊക്കെ ആണെങ്കിലും ആ ഒരു സ്മെല്ലൊക്കെ മാറാനും പിന്നെ നല്ല ക്ലീൻ ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു വിനെഗർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷാമ്പൂ അതുകൂടി കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ വെള്ളമുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ കൈ ഇടാണ്ടിരിക്കുക. എന്തെങ്കിലും കപ്പ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മോപ്പ് ഉണ്ടല്ലോ, അഴുക്ക് പിടിച്ച മോപ്പ് നമ്മൾ ഇതിലേക്ക് മുക്കി വെച്ച് കൊടുക്കുക. ഒരു മോപ്പ് മുങ്ങിക്കിടക്കുന്ന ആവശ്യത്തിന് വെള്ളം മതി. വെള്ളം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മോപ്പ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ആ മോപ്പ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോളം അതൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷം ഈ ഒരു ബക്കറ്റിൽ നന്നായിട്ട് ഇങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് കഴുകേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട്, കയ്യിലല്ല എന്തെങ്കിലും ഗ്ലൗസോ, ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ കയ്യിൽ കെട്ടിയിട്ട് നല്ലതുപോലെ ഇതിങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള അഴുക്കൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു വെള്ളത്തിലല്ല 2-3 വെള്ളത്തിൽ ഇത് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും നല്ല അഴുക്ക് പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കൊക്കെ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2-3 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുക. ഇപ്പം ഞാനിത് 3-4 വെള്ളത്തോളം കഴുകിയിട്ടുണ്ട്. എന്നിട്ടും ആ ഒരു അഴുക്ക് നന്നായിട്ട് ഇളകുന്നുണ്ട് കേട്ടോ. ഇവിടെ മക്കളുള്ളതുകൊണ്ട് തന്നെ 3-4 വട്ടമൊക്കെ തുടക്കേണ്ടി വരും. ചോക്ലേറ്റും അതും ഇതുമൊക്കെ താഴെയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മോപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ടാകും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നതാണ്, എന്നാലും മോപ്പ് നല്ലപോലെ അഴുക്ക് പിടിക്കും. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാകുമ്പോഴത്തേക്കും നല്ല അഴുക്കും പിന്നെ ഇവിടെ നല്ല പൊടിയും ഉള്ള ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ അഴുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4-5 വെള്ളം ഒക്കെ കഴുകിയെടുത്തതിന് ശേഷം ഇപ്പോൾ കണ്ടോ, മോപ്പ് നല്ലപോലെ അഴുക്കൊക്കെ പോയിട്ട് നല്ലപോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ
അപ്പം കുറച്ച് അഴുക്കാകുമ്പോൾ തന്നെ അതിൽ നിന്നും ഒരു ബാഡ് സ്മെല്ലും ഒക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറിയിട്ട് നമ്മൾ ഷാംപൂ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ നിന്ന് നല്ലൊരു സ്മെല്ലും ഒരു റിഫ്രഷിങ് സ്മെല്ലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും.